അശ്വതി, കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലെ താരമാണ് നമ്മുടെ പ്രഭാവതി അമ്മ. അതെ, പ്രഭാവതി അമ്മ പവറാണ്. നമ്മൾ എന്നെ പോലുള്ള യുവരക്തങ്ങൾക്കൊക്കെ ഭയങ്കര മാതൃകയായി. അതായത് വടിയെടുത്തു തിരിച്ച് ഓട്ടിച്ചു. അതെ, കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് നടപ്പാതയിലൂടെ സ്കൂട്ടർ ഓടിച്ച വേങ്ങേരി സ്വദേശിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. എരഞ്ഞിപ്പാലം സ്വദേശിനിയായ കാൽനട യാത്രക്കാരി സ്കൂട്ടർ യാത്രികനെ തടയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂട്ടർ യാത്രക്കാരനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, സ്ത്രീ ശക്തിയുടെ, നാരീശക്തിയുടെ ഒരു കരുത്താണ് നമ്മൾ കോഴിക്കോടിൻ്റെ തെരുവീതിയിൽ കണ്ടത്. പ്രഭാവതി അമ്മയുടെ ആ വലിയ ഇടപെടൽ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് വന്നിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, അശ്വതി, ഈ പ്രഭാവതി അമ്മ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു മാതൃക കൂടിയാണ്. ഈ വയസ്സിലും, ഈ 70ാമത്തെ വയസ്സിലും ഊർജ്ജസ്വലതയോടെ നിന്ന് നിയമലംഘനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി പോരാടാൻ ഒരു യുവജനതയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു മാതൃകയാവുകയാണ് ഈ പ്രഭാവതി അമ്മ. മാത്രമല്ല, മറ്റൊന്ന് പറയാനുള്ളത്, ഇതേ സ്ഥലത്ത്, ഇതേ ഇരഞ്ഞിപ്പാലത്ത്, അതേ സ്ഥലത്ത് വീണ്ടും പ്രഭാവതി അമ്മ ഉണ്ട് എന്നുള്ളതാണ്. ആ വഴിയിലൂടെ, ആ നടപ്പാതയിലൂടെ വാഹനങ്ങൾ പോകുന്നത് തടഞ്ഞു നിർത്തി അവരെ റോഡിലേക്ക് പോകാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് പ്രഭാവതി അമ്മ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വലിയ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. ഈ സമയത്താണ് ഈ നടപ്പാതയോട് ചേർന്നുള്ള വഴിയിലൂടെ ഈ ഇരുചക്ര വാഹനങ്ങൾ തകൃതിയായി പോകാറുണ്ട്. ആ സമയം അതുവഴി വരുന്ന നടപ്പാതയിലൂടെ നടക്കുന്ന യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടാകാറൊക്കെയുണ്ട്. പക്ഷെ ആരും പ്രതികരിക്കാറില്ല. ഈ സമയത്താണ് അതുവഴി വന്ന പ്രഭാവതി അമ്മ ഈ ബൈക്ക് യാത്രികനെ തടഞ്ഞു നിർത്തുകയും റോഡിലൂടെ പോകണം എന്ന് പറയുകയും ചെയ്യുന്നത്. ആ വീഡിയോ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് വലിയ രീതിയിൽ വൈറലായ വീഡിയോ കൂടിയാണ്. ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇയാളെ കണ്ടെത്തി. ഇയാൾ കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശി തന്നെയാണ്. ഇയാളെ കണ്ടെത്തുകയും ഇയാളുടെ ലൈസൻസ് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കോടതി പറയുന്ന പിഴത്തുക ഈടാക്കണമെന്നും കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഒരു ക്ലാസ് ഉണ്ട്, ഒരാഴ്ചത്തെ ഒരു ക്ലാസ്. ഈ ക്ലാസ്സിലും നിർബന്ധമായും പങ്കെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു സാധാരണക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു, അത് വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യുന്നു. ഉടൻ തന്നെ അതിന്റെ പിന്നാലെ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പ്രഭാവതി അമ്മയുടെ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രഭാവതി അമ്മമാർ ഉണ്ടാകണമെന്ന് മാത്രമാണ്. അശ്വതി, നീലിമ.